ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ജീവിതം ആസ്വദിക്കുന്ന രീതിക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പേഴ്സണലാണ് ഒരു സാഹചര്യം എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത്. കൂടെ താമസിക്കുന്നവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഒരാൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നെന്നുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. ഇപ്പം നല്ല വിശപ്പും ദാഹമുള്ള സമയത്ത് പോലും അവരങ്ങനെ കൂടുതലും എക്സ്പ്രസ് ചെയ്ത് പറയാറില്ല. എനിക്ക് ഭയങ്കര വിശപ്പാണ്, ഭയങ്കര ദാഹമാണ്, ആ രീതിയിൽ. എന്നാൽ പല കാര്യങ്ങളിലും ഉള്ളിലൊതുക്കി ആസ്വദിക്കുന്ന രീതിയുണ്ടല്ലോ, അതാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഇപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലടിക്കുമ്പം നമുക്ക് വായിക്കകത്ത് വെള്ളം വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ ഇതിനകത്തുമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സാധാരണ ചെയ്യുമ്പോഴല്ലാതെ ലൂബ്രിക്കേഷൻ വരുന്ന സമയങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതുപോലെ നല്ല ആരോഗ്യമുള്ള, മനസ്സിന് നല്ല സന്തോഷമുള്ള, ജീവിതത്തിൻ്റെ ആ ത്രില്ല് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ, അവർക്കായിരിക്കും കൂടുതലായിട്ട് ഇത് അനുഭവം വരുന്നത് കേട്ടോ. അല്ലാതെ എപ്പോഴും ടെൻഷൻ അടിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവർക്ക് പൊതുവേ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കും. അതുകൊണ്ട് നിരാശയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു കൂട്ടുകാരി കാണുമല്ലോ. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് മാത്രം സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ വരും. ചിലരെ സംബന്ധിച്ച് ഇതിങ്ങനെ വിസ്തരിച്ച് പറയും, തുറന്നു പറയും. അപ്പോൾ എന്ത് കാര്യമാണോ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമാജിനേഷൻ നമ്മളിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് സംഭവിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഏകാന്തമായ ചില സാഹചര്യങ്ങളിൽ ഇഷ്ടമുള്ളവരോട് ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അത് പങ്കാളിയോടായിരിക്കാം, നാട്ടിലില്ലാത്ത പങ്കാളിയോടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റാരോടെങ്കിലും ആയിരിക്കാം. അതുപോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ സമയത്ത് പ്രതികരിക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ചിരിയായിരിക്കും വരുന്നത്, ചിരിച്ചുകൊണ്ടായിരിക്കും അവരത് ആസ്വദിക്കുന്നത്. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, ഇഷ്ടത്തോടെയുള്ള ഒരു പരിഭവം ഉണ്ടല്ലോ, അതിൽ കൂടിയായിരിക്കും അവരത് ആസ്വദിക്കുന്നത്. അപ്പോൾ ഈ സമയത്തും ഇങ്ങനൊരു എക്സ്പീരിയൻസ് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ചില വീടുകളിൽ പങ്കാളികളല്ലാതെ മറ്റു പലരും ഉണ്ടല്ലോ. ചില പങ്കാളികളാണെങ്കിൽ വീട്ടിൽ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഗ്യാപ്പൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വീണ് കിട്ടുമല്ലോ. അപ്പോൾ ഈ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ സമയവും കിച്ചണിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് നല്ല ടാലൻ്റ് ഉള്ളവരുണ്ട്. അവരൊന്നിൽ കൂടുതൽ ജോലി ഒരേ സമയത്ത് ചെയ്യും. എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലീൻ ചെയ്യും, മൊബൈൽ ഫോണിൽ കൂടെ സംസാരിക്കും. പിന്നെ ഈ ഇടയ്ക്ക് ആഹാരത്തിൻ്റെ രുചി നോക്കാൻ വരുന്നവരുണ്ടല്ലോ, അവരെ ഹാൻഡിൽ ചെയ്യണം. ശരിക്കും പറഞ്ഞ് ഈ ടേസ്റ്റ് നോക്കി നോക്കി നാക്കൊരു പരുവാവും കേട്ടോ. ഈ സമയത്ത് മിക്കവാറും നമ്മൾ നോക്കുമ്പോൾ സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പുണ്ടല്ലോ, ചെറുതായിട്ട് ലീക്കാകുന്നത് കാണാം. ആക്ച്വലി ഇത് കാണുമ്പോഴാണ് ഓർക്കുന്നത് ആഹാരത്തിൻ്റെ ടേസ്റ്റ് ഇതുവരെ നോക്കിയില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഒരാളെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ഇതിനു വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ആകാംക്ഷയുള്ള ചിന്തകൾ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, ഏത് ഭാഗത്താണ് മനസ്സ് പോകുന്നത് അവിടെ രക്തയോട്ടം വർദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം മനസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രണയിക്കുന്നവരുടെ ചില സാഹചര്യത്തിൽ, അപ്പോൾ ഈ സ്നേഹം അങ്ങ് അമിതമാകുന്ന സാഹചര്യം ഉണ്ടല്ലോ, ഈ സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇത് മാത്രമല്ല, പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും ഈ സമയത്ത് ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ടും ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്, അതും കറക്റ്റായിട്ട് വരണം. അപ്പോൾ ശരീരത്തിൻ്റെ ചില സമയത്തെ ആ മൂഡുണ്ടല്ലോ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കരുത്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കരുത്. ഇനി ഒറ്റയ്ക്കാണെങ്കിലും ആ ദിവസങ്ങളിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. ഞാനിത് പറയാൻ കാരണം, ഈ സുഖവും സന്തോഷവും എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾ തരുന്ന ഒരു കാര്യമല്ല, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാവുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.